കഴിഞ്ഞ 2-4 ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. വിഷമം വേറെ ഒന്നുമില്ല, നമ്മുടെ വെൽഡിങ്ങിൻ്റെയും കട്ടറിൻ്റെ ഒക്കെ പൊടിയും പുകയും ആ ഒരു ചൂടൊക്കെ തട്ടിയിട്ട് കണ്ണൊക്കെ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. 2-4 ദിവസം പുറത്തിറങ്ങാൻ പറ്റിയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കാറ്റമാരൻ പ്രൊപ്പല്ലറും ഗിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് വെള്ളത്തിലിറക്കി ടെസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് കടവിൽ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ലേറ്റായി. ഒരു 6 മണിയാകുമ്പോഴത്തേക്കിന് ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വെറുതെ ഒന്ന് വെള്ളത്തിലിറക്കി ഒന്ന് ചവിട്ടി 2 റൗണ്ടൊന്ന് ചവിട്ടി വരുന്നപ്പോഴത്തേക്ക് ഇരുട്ടായി. എന്നിരുന്നാലും നമ്മൾ ആ ഒരു ടെസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗിയർ റേഷ്യോ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഗിയർ റേഷ്യോ ഭയങ്കര കുറവാണ്. നമ്മൾ എത്ര ഇട്ട് ചവിട്ടിയാലും ഇത് വലിയ ഫോഴ്സൊന്നും കൊടുക്കണ്ട, എന്നാലും കുറേ ഇട്ട് കറക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രൊപ്പല്ലർ കറങ്ങുന്നുള്ളൂ. ആ ഒരു മൂവിങ് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗിയർ റേഷ്യോ ഒന്ന് നമ്മൾ ഡബിൾ ചെയ്യണം. അതാണ് അടുത്ത ഒരു പണി ഇതിനകത്ത് വരുന്നത്. ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു ചെറിയ കുഞ്ഞു പ്രൊപ്പല്ലറാണ്. ഇതേ കറക്റ്റ് ഇതിൻ്റെ ഒരു ഇതൊക്കെ നോക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി നമ്മുടെ പ്രൊപ്പല്ലർ റീസെറ്റ് ചെയ്യേണ്ടി വരും. കാരണം വെള്ളത്തിൽ കിടന്നിങ്ങനെ അടിച്ചിട്ട് വെള്ളം കിടന്ന് പതയുന്ന രീതിയിലോട്ട് അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും. റഡർ ഭയങ്കര ചെറുതാണ്. അത് മാത്രമല്ല ഈ പ്രൊപ്പല്ലറിൻ്റെ ബാക്കിലായിട്ടാണ് ഇത് മടങ്ങി കഴിഞ്ഞാൽ ഈ പ്രൊപ്പല്ലറിൻ്റെ ബാക്കിലായിട്ടാണ് റഡർ വരുന്നത്. അപ്പോൾ പ്രൊപ്പല്ലർ ഒന്നല്ലെങ്കിൽ ബാക്കിലോട്ട് വരണം, അല്ലെങ്കിൽ റഡർ ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇച്ചിരി കൂടിയും വീതിയുള്ള വലിയൊരു റഡർ സിസ്റ്റം പണിയേണ്ടി വരും. മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മേഖലയിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഇഞ്ച് വലുപ്പമുള്ള പ്രൊപ്പല്ലർ ലീഫിൻ്റെ വലുപ്പമാണ്. ഒരു 5 ഇഞ്ച് ലീഫിൻ്റെ വലുപ്പം വരുന്ന പ്രൊപ്പല്ലർ ലെഫ്റ്റും റൈറ്റും ഒരേ സൈസിലുള്ള ഒരേ ഡയമെൻഷനിലുള്ള സാധനം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ കുഞ്ഞു മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ വരുന്ന ഷാഫ്റ്റ് ഉണ്ട്, പ്രൊപ്പല്ലർ സെറ്റ് ചെയ്തിട്ടുള്ള ഷാഫ്റ്റ്. അതിനകത്ത് എവിടെയോ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടായിരിക്കാം വലിയൊരു ഡയറക്ഷൻ കൂടുതൽ വരുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ. കൂടാതെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ഈ റഡർ സിസ്റ്റത്തിൻ്റെ വർക്കിങ്. ഇത് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ട് തിരിയുമ്പോൾ റൈറ്റിലോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരണം എന്നുള്ളത്. മീൻസ് ഇത് മുന്നേ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേബിൾ റൂട്ടിങ് ഇത് ഇങ്ങനെ നേരെയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ഈ കേബിൾ റൂട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു പ്രശ്നം ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളത്തിലിറക്കിയപ്പോൾ ആ ഒരു പ്രോബ്ലം കുറേയൊക്കെ സോൾവ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് അത്ര എഫക്റ്റീവ് അല്ല. കുറച്ചും കൂടി വലുത് സെറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പെഡൽ ചെയ്യുമ്പോൾ ഇത് ഇത്രയും തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് മേലെ പെഡൽ ചെയ്യുമ്പോൾ കാല് തട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഹാൻഡിലിൻ്റെ ബാർ കുറച്ചും കൂടി പുറത്തോട്ട് തള്ളി വയ്ക്കാം. അതിനെന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ കൂടി വരുത്തേണ്ടി വരും. ഇത്രയൊക്കെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് ഡ്രൈവിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. എന്നിട്ട് വേണം എൻജിൻ സെറ്റ് ചെയ്യുന്നതും അതുപോലെ ബാറ്ററി, ലൈറ്റ്, കിച്ചൺ, സ്റ്റോറേജ്, അതുകൂടാതെ മേൽക്കൂര, ഇത്രയും സാധനങ്ങൾ പണിയാൻ. അതുകൂടി പണിത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊജക്റ്റ് വാട്ടർ ലൈഫ് ഓണാവുമെന്ന് വിചാരിക്കുന്നു. സോ കഴിഞ്ഞ എപ്പിസോഡുകളിലും ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു, കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇതുപോലുള്ള വെൽഡിങ്ങും മെക്കാനിക്കും സാധനമൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഗ്ലാസും മാസ്കും ഹാൻഡ് ഗ്ലൗസും ഒക്കെ ഇട്ട് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. എന്നിരുന്നാലും ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കരിയും പുകയും ചൂടൊക്കെ തട്ടി നമ്മുടെ സ്കിന്നൊക്കെ ബേണായി, മീൻസ് കണ്ണിലെ ഫ്ലാഷൊക്കെ അടിച്ച് കണ്ണൊക്കെ പഴുത്ത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ വരും. കയ്യിലൊക്കെ തട്ടൊക്കെ കൊണ്ട് ഇച്ചിരി ചോരയൊക്കെ പൊടിയാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വേണം ഈ ഒരു മേഖലയിലോട്ട് വരാനും. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.